അരുളിച്ചെയ്തു, നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവം, അബ്രാഹത്തിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവം എന്നെ അയച്ചിരിക്കുന്നു. ദൈവം മോശയെ ധൈര്യപ്പെടുത്തുകയാണ്. മോശയോട് ദൈവം പറഞ്ഞു, നീ ഈജിപ്തിൽ ചെന്ന് എൻ്റെ ജനമായ ഇസ്രായേൽ മക്കളെ രക്ഷപ്പെടുത്തുക. അപ്പം മോശ പറഞ്ഞു, എന്നെ അവർ എങ്ങനെ വിശ്വസിക്കും? ദൈവം മോശയോട് അരുളിച്ചെയ്തു, നിന്റെ കയ്യിൽ എന്താണിരിക്കുന്നത്? ഒരു വടി. ദൈവം പറഞ്ഞു, നീ അത് താഴെ ഇടുക. അത് വടി താഴെ ഇട്ടപ്പോൾ അത് ഒരു സർപ്പമായി മാറി. മോശ പേടിച്ചരണ്ട് പിറകോട്ട് മാറി. ദൈവം വീണ്ടും അരുളിച്ചെയ്തു, നീ ആ വടിയുടെ വാലിൻ്റെ അറ്റത്ത് പിടിച്ച് അതിനെ കയ്യിലെടുക്കുക. ആ പാമ്പിൻ്റെ വാലിൻ്റെ അറ്റത്ത് പിടിച്ച് കയ്യിലെടുത്തപ്പോൾ അത് വടിയായി മാറി. ഈ അത്ഭുതം കണ്ട് ഇസ്രായേൽ ജനം നിന്നെ വിശ്വസിക്കും. മോശ പറഞ്ഞു, അവർ എന്നെ വിശ്വസിച്ചില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? വീണ്ടും ദൈവം മോശയോട് പറഞ്ഞു, നിന്റെ കൈ നെഞ്ചത്ത് വെക്കുക. അപ്പോൾ ആ കൈ വെളുത്ത് പഞ്ഞി പോലെയായി. അവൻ കൈയെടുത്തപ്പോൾ അത് കുഷ്ഠം വന്ന കൈയായി. വെളുത്ത് പഞ്ഞി പോലെ കുഷ്ഠം വന്നു. വീണ്ടും ദൈവം പറഞ്ഞു, നീ ആ കൈ വീണ്ടും നെഞ്ഞത്തോട്ട് വയ്ക്കുക. അവൻ അത് നെഞ്ഞത്തോട് ചേർത്ത് വെച്ചപ്പോൾ അത് വീണ്ടും പൂർവ്വസ്ഥിതിയിലായി. അങ്ങനെ 2 അത്ഭുതം ദൈവമായ കർത്താവ് മോശ വിശ്വസിക്കാൻ വേണ്ടി ചെയ്തു. ഈ 2 അത്ഭുതവും ഇസ്രായേലിലെ ശ്രേഷ്ഠന്മാർ വിശ്വസിച്ചില്ലെങ്കിൽ നീ മൂന്നാമതും കടലിൽ നിന്ന് വെള്ളമെടുത്ത് അത് നിലത്തേക്ക് ഒഴുക്കുക. അപ്പോൾ അത് രക്തമായി മാറും. അങ്ങനെ ഈ 3-ൽ ഏതെങ്കിലും ഒന്ന് ഇസ്രായേലിലെ ശ്രേഷ്ഠന്മാർ നിന്നെ വിശ്വസിക്കും. അങ്ങനെ ഈജിപ്തിലെ ഫറവോയുടെ അടിമത്തത്തിൽ നിന്ന് ഇസ്രായേലിലെ ശ്രേഷ്ഠന്മാരുടെ ഹെൽപ്പോടുകൂടി നീ ഈജിപ്തിൽ വിഷമം അനുഭവിക്കുന്ന എൻ്റെ ഇസ്രായേൽ മക്കളെ രക്ഷപ്പെടുത്തുക. അവിടുന്ന് നിങ്ങളെ രക്ഷപ്പെടുത്തി കൊണ്ടുവരുമ്പോൾ അതിൻ്റെ അടയാളത്തിനായിട്ട് മലയിൽ നിങ്ങൾ എന്നെ ആരാധിക്കും. മലയിൽ നിങ്ങൾ ദൈവത്തെ ആരാധിക്കും. ഇതാണ് അതിൻ്റെ അടയാളം. ഇതാണ് ഇന്ന് നിങ്ങളോട് പറയാൻ ഈശോ പിതാവായ ദൈവം ആവശ്യപ്പെട്ട വചനം. നമ്മുടെ ദൈവമായ കർത്താവിന് സ്തുതി. ഹല്ലേലൂയ. ആമേൻ.